ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം. ഭാഗവതം മൂലഗ്രന്ഥമായ സംസ്കൃത ഗ്രന്ഥത്തെയും മലയാള ഭാഷാഗാനമായ കിളിപ്പാട്ടിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ളൊരു പഠനമാണ്. സ്വാധ്യായം സ്വയം മനസ്സിലാക്കുക, സ്വയം പഠിക്കുക എന്നുള്ളൊരു കർമ്മമാണ്. മൂലഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി അതിനെ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു ഭഗവാൻ തുഞ്ചത്താചാര്യൻ എന്നാണ് നാം നോക്കുന്നത്. ഭാഗവതം ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 51 ശ്ലോകങ്ങൾ വരെ നാം മനസ്സിലാക്കി. ഇനി 52-ാമത്തെ ശ്ലോകം നോക്കാം. ഏവം വിമൃശ്യതം പാപം യാവത് ആത്മനിദർശനം പൂജയാമാസ വൈ ശൗരിർ ബഹുമാനപുരസ്സരം. ഏവം വിമൃശ്യതം പാപം യാവത് ആത്മനിദർശനം പൂജയാമാസ വൈ ശൗരിർ ബഹുമാനപുരസ്സരം. ശൗരിഹി ശൂരസേനന്റെ പുത്രനാണ് വസുദേവർ. അതുകൊണ്ട് ശൗരി എന്നും വസുദേവരെ പറയുന്നു. ശൗരി യാവത് ആത്മനിദർശനം, തന്റെ ബുദ്ധിശക്തി എത്തിയിടത്തോളം, തന്റെ ബുദ്ധിശക്തിക്ക് അനുസൃതമായിടത്തോളം, ഏവം വിമൃശ്യ ഇപ്രകാരം ആലോചിച്ച്, പാപം തം പാപിയായ അവനെ, ആ കംസനെ, ബഹുമാനപുരസ്സരം ബഹുമാനപൂർവം, പൂജയാമാസ വൈ ആരാധിച്ചു. തന്റെ സഹോദരിയായ വസുദേവന്റെ ഭാര്യയായ ദേവകിയെ കൊല്ലുവാനായി കംസൻ തുനിഞ്ഞു നിൽക്കുമ്പോൾ വസുദേവർ ആ സന്ദർഭത്തെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയമാണ്. അതാണ് വ്യാസഭഗവാൻ മൂലഗ്രന്ഥത്തിൽ വർണ്ണിക്കുന്നത് ആ സന്ദർഭത്തെ. ഏവം വിമൃശ്യതം പാപം യാവത് ആത്മനിദർശനം പൂജയാമാസ വൈ ശൗരിർ ബഹുമാനപുരസ്സരം. ശൗരി യാവത് ആത്മനിദർശനം ഏവ വിമർശ്യ, വസുദേവൻ തന്റെ ബുദ്ധിശക്തി എത്തിയിടത്തോളം ഇപ്രകാരം ആലോചിച്ച്, പാപം തം ബഹുമാനപുരസ്സരം പൂജയാമാസ വൈ, പാപിയായ അവനെ, ആ കംസനെ ബഹുമാനപൂർവം ആരാധിച്ചു. ഇതാണ് 52-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. 53-ാമത്തെ ശ്ലോകം. പ്രസന്നവദനാം ഭോജോ നൃശംസം നിരപത്രപം മനസാ ദൂയമാനേന വിഹസൻ ഇദം അബ്രവീത്. പ്രസന്നവദനാം ഭോജോ നൃശംസം നിരപത്രപം മനസാ ദൂയമാനേന വിഹസൻ ഇദം അബ്രവീത്. പ്രസന്നവദനാം ഭോജ, തെളിഞ്ഞ മുഖകമലത്തോടുകൂടിയവനായി. വദന അംഭോജം, മുഖകമലം, മുഖമാകുന്ന താമരപ്പൂവോട് തെളിഞ്ഞ മുഖകമലത്തോടുകൂടിയവനായി. വിഹസൻ പുഞ്ചിരി തൂകിക്കൊണ്ട്. ദൂയമാനേന വേദനിക്കുന്ന, ദൂയമാനേന വേദനിക്കുന്ന മനസാ ഹൃദയത്തോടുകൂടി. നിരപത്രപം നിർലജ്ജനായ, നൃശംസം ക്രൂരനായ അവനോട്, കംസനോട്, ഇദം അബ്രവീത് ഈ വിധം പറഞ്ഞു. പ്രസന്നവദനാം ഭോജ വിഹസൻ ദൂയമാനേന, തെളിഞ്ഞ മുഖകമലത്തോടുകൂടിയവനായി പുഞ്ചിരി തൂകിക്കൊണ്ട്, എന്നാൽ വേദനിക്കുന്ന മനസാ ഹൃദയത്തോടുകൂടി. നിരപത്രപം നൃശംസം ഇദം അബ്രവീത്, നിർലജ്ജനായ ആ ക്രൂരനോട് ഈ വിധം പറഞ്ഞു. 53-ാമത് ശ്ലോകം, അതിന്റെ അർത്ഥവും ഇതാണ്. ഇനി 54-ാമത് ശ്ലോകം നോക്കാം. വസുദേവ ഉവാച, വസുദേവർ പറഞ്ഞു, നഹി അസ്യാത്തെ ഭയം സൗമ്യ യദ്വാ ആഹ അശരീരിണി
പുത്രാൻ സമർപ്പയിഷ്യേ അസ്യ യതസ്തേ ഭയം ഉത്ഥിതം നഹി അസ്യാത്തേ ഭയം സൗമ്യ യദ്വാഗ് ആഹാ അശരീരിണി പുത്രാൻ സമർപ്പയിഷ്യേ അസ്യ യതസ്തേ ഭയമുത്ഥിതം. സൗമ്യ, ഹേ ശാന്തശീല, അശരീരിണി വാക്ക്, അശരീരി വാക്ക്, യത് ആഹാ തേ എന്തു പറഞ്ഞുവോ അങ്ങയോട്, എന്തു പറഞ്ഞുവോ അങ്ങയോട്, യത് ആഹാ തേ എന്ത് പറഞ്ഞുവോ അങ്ങയോട്, അശരീരിണി വാക്ക്, അശരീരിണി വാക്ക്, അശരീരി വാക്ക്, യത് ആഹാ തേ എന്തു പറഞ്ഞുവോ അങ്ങയോട്, അസ്യ ഇവളിൽ നിന്ന് ഭയം നഹി, ഇവളിൽ നിന്ന് ഭയം ഉണ്ടാകയില്ല. അശരീരി വാക്ക് പറഞ്ഞത് ഇവളിൽ നിന്ന് ഭയം ഉണ്ടാകയില്ല എന്നല്ലേ. യതഹ യാതൊരുവരിൽ നിന്ന് തേ അങ്ങയ്ക്ക് ഭയം ഉത്ഥിതം ഭീതി ഉളവായിരിക്കുന്നുവോ, അസ്യ ഇവളുടെ പുത്രാൻ ആ പുത്രന്മാരെയെല്ലാം സമർപ്പയിഷ്യേ ഞാൻ ഏൽപ്പിച്ചു തന്നുകൊള്ളാം. സൗമ്യ അശരീരിണി വാക്ക് തേ, ഹേ ശാന്തശീല, അശരീരി വാക്ക് എന്തു പറഞ്ഞുവോ അതനുസരിച്ച് അങ്ങയ്ക്ക് അസ്യാ ഭയം നഹി, ഇവളിൽ നിന്ന് യാതൊരു ഭയവുമില്ല. യതഹ യാതൊരുവരിൽ നിന്ന് തേ ഭയം ഉത്ഥിതം അങ്ങയ്ക്ക് ഭീതി ഉളവായിരിക്കുന്നുവോ, അങ്ങനെയുള്ള അസ്യ ഇവളുടെ പുത്രാൻ, അസ്യാ പുത്രാൻ ഇവളുടെ ആ പുത്രന്മാരെയെല്ലാം സമർപ്പയിഷ്യേ ഞാൻ ഏൽപ്പിച്ചു തന്നുകൊള്ളാം. ഇവളിൽ നിന്ന് അങ്ങയ്ക്ക് യാതൊരു ഭയവുമില്ല. ഇവൾ പ്രസവിക്കുന്ന പുത്രനിൽ നിന്നാണല്ലോ അങ്ങയ്ക്ക് ഭയമുണ്ടാകേണ്ടത്. അതുകൊണ്ട് അസ്യ പുത്രാൻ സമർപ്പയിഷ്യേ, ഇവളുടെ ആ പുത്രന്മാരെ എല്ലാം തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊള്ളാം എന്ന് വസുദേവർ കംസനോട് പറയുകയാണ്. ഈ 52, 53, 54 ശ്ലോകങ്ങളെ എങ്ങനെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. എന്നെല്ലാം ഉറച്ചവൻ മെല്ലവേ വാണും കയ്യും തന്നുടമാർവിൽ ചേർത്ത് തുല്യനായവനോട് പിന്നെയും സമ്മാനിച്ചു ചൊല്ലിനാൻ, എടോ ഭോജവംശത്തിൻ അലങ്കാര കല്യാണമണിയായ രത്നദീപമേ കംസ, നല്ലത് നിനക്കിന്നും ചൊല്ലുവനിതു കേൾവീ, വല്ലാതെ കർമ്മം ചെയ്യുവാനോരായിക മഹാമതേ, കന്യകൈവൾ കൊല്ലും നിന്നെ എന്നല്ലല്ലോ താൻ ഇന്ന് അശരീരി വാക്യം, കന്യകൈവൾ കൊല്ലും നിന്നെ എന്നല്ലല്ലോ താൻ ഇന്ന് അശരീരി വാക്യം, ഇവൾ പെറ്റുണ്ടാകുന്ന നന്ദനൻ 8ാം അവൻ തങ്കലെ പ്രബന്ധത്തിന് ഇന്ന് ഇവൾ തന്നെ കൊല്ലുവാനില്ല കാരണം, മേലിൽ നിന്നുടെ സഹോദരി പെറ്റിയിടും പുത്രന്മാരെ പിന്നെ എന്നിരിയാതെ ഞാൻ ഉടൻ കൂടെ തന്നിടുന്നുണ്ട് ഭവാൻ തന്നുടെ കയ്യിൽ തന്നെ മന്നവ, മമതാതൻ തന്നാണ് മടിയാതെ പിന്നീട് ഉള്ളിൽ ചേരും വണ്ണമായിക്കൊള്ളുകേ വേണ്ടു നിർണയം, എന്നാണ് ഞാൻ ചെയ്വനീ വണ്ണം തന്നെ. ദേവർ പറയുന്നത് ഇങ്ങനെയാണ്,
കന്യക ഇവൾ കൊല്ലും നിന്നെ എന്നല്ലല്ലോ താൻ ഇന്ന് അശരീരി വാക്യം. ഹേ ശാന്തശീല, അശരീരി വാക്ക് എന്തു പറഞ്ഞുവോ അതനുസരിച്ച് ഇവളിൽ നിന്നും നിനക്ക് ഭയമില്ലല്ലോ. ഇവളല്ലല്ലോ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞേ. ആ സൗമ്യ അശരീരിണി വാക്യത്താഹ തേ അസ്യാ ഭയം നാഹി. ശാന്തശീല, അശരീരി വാക്ക് പറഞ്ഞതനുസരിച്ച് ഇവളിൽ നിന്നും നിനക്ക് ഭയമില്ല. കന്യക ഇവൾ കൊല്ലും നിന്നെ എന്നല്ലല്ലോ താൻ ഇന്ന് അശരീരി വാക്യം. ഇവൾ വെറ്റുണ്ടാകുന്ന നന്ദനൻ എട്ടാമവൻ തങ്കലെ പ്രബന്ധത്തിന് ഇന്ന് ഇവൾ തന്നെ കൊല്ലുവാനില്ല കാരണം. അതുകൊണ്ട് ഇവളെ കൊല്ലുന്നതിന് അർത്ഥമില്ലല്ലോ. എന്നാൽ ഇവൾ പെറ്റുണ്ടാകുന്ന നന്ദൻ എട്ടാമൻ തങ്കലെ പ്രബന്ധത്തിന് ഇവൾ തന്നെ കൊല്ലുവാനില്ല കാരണം. മേലിൽ നിന്നുടെ സഹോദരി പറ്റിയിടും പുത്രന്മാരെ പിന്നെ എന്തിരിയോ ഞാൻ ഉടൻ കൂടെ കൂടെ തന്നിടുന്നുണ്ട്. ഭവാൻ തന്നുടെ കയ്യിൽ തന്നെ മന്നവ. തേ ഭയം ഉദ്ധിതം അസ്യാപുത്രാൻ സമർപ്പയിഷ്യേ. അങ്ങക്ക് ഭീതി ഉളവായിരിക്കുന്നത് ഇവളുടെ പുത്രന്മാരിൽ നിന്നാണ്. അതുകൊണ്ട് ഇവളുടെ അസ്യാപുത്രാൻ സമർപ്പയിഷ്യേ, ഇവളുടെ ആ പുത്രന്മാരെ എല്ലാം ഞാൻ ഏൽപ്പിച്ചു തന്നുകൊള്ളാം. നിന്നുടെ സഹോദരി പറ്റിയിടും പുത്രന്മാരെ പിന്നെ എന്നിരിയാതെ ഞാൻ ഉടൻ കൂടെ കൂടെ തന്നിടുന്നുണ്ട്. ഭവാൻ തന്നുടെ കയ്യിൽ തന്നെ മന്നവാ. മമതാതൻ തന്നാണ് മടിയാതെ, എന്റെ അച്ഛനാണ്. ഞാൻ അങ്ങയുടെ കയ്യിൽ തന്നെ പുത്രന്മാരെ എല്ലാം തരുന്നതാണ്. പിന്നീട് ഉള്ളിൽ ചേരും വണ്ണമായിക്കൊള്ളുകയെ വേണ്ടൂ നിർണയം. പിന്നീടും അതിനുശേഷം അങ്ങക്ക് തോന്നുന്ന പോലെ ചെയ്തോളൂ. പുത്രന്മാരെ അപ്പോഴപ്പോൾ തന്നെ പ്രസവിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കൊണ്ട് തന്നിടാം. ഇതാണ് ശ്രീ വസുദേവർ കംസനോട് പറയുന്ന ഭാഗം. മൂലഗ്രന്ഥത്തിലെ 52, 53, 54 ശ്ലോകങ്ങളെ ഇങ്ങനെയാണ് ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.